നാട്ടിൽ ഞെട്ടിച്ച കൂട്ടക്കൊല നടന്നത് 5 പേരെയാണ്. 21 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത്. പേരുമല സ്വദേശി അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയെന്ന റിപ്പോർട്ട്. വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂർ നമ്മൾ പരിശോധിക്കാൻ മക്കള് രക്ഷിതാക്കളെ കൊല്ലുന്ന കുറേ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. അവസാനമായിട്ട് വഞ്ഞാറമൂട്ടിൽ 5 പേരെയാണ് ഈ കുട്ടികൾ. മക്കളും അമ്മമാരും ഉമ്മമാരും ഒക്കെ ആയിട്ടുള്ളൊരു ഇമോഷണൽ ബോണ്ട് തീരെ ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ചോര നീരാക്കി വളർത്തി കൊണ്ടുവന്ന മക്കൾ സ്വന്തം ഉമ്മായെയും സ്വന്തം ഉപ്പായെയും സ്വന്തം കൂടപ്പിറപ്പിനെയും കുടുംബത്തെയൊക്കെ ഇങ്ങനെ നിഷ്കരണം കൊല്ലാനായിട്ടൊരു കാരണം ഉണ്ടാവില്ലേ? ഈ കാരണം അന്വേഷിക്കാറുണ്ടോ? പലപ്പോഴും ഒന്നും അന്വേഷിക്കില്ല. ഈ ന്യൂസ് ഇന്നുണ്ട്, നാളെ ഉണ്ടാവും, മറ്റന്നാൾ വേറൊരു കൊലപാതകം വരും, അപ്പോൾ അതിൻ്റെ പുറകെ പോവും. പിന്നെ അത് കഴിയുമ്പോൾ വേറൊരു ന്യൂസ് വരുമ്പം ഇതിനെക്കുറിച്ചിട്ട് അക്കാഡമിക് തലത്തിൽ ചർച്ചകൾ ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരു 10, 15, 20 വർഷത്തിന് മുന്നിൽ നമ്മളിതൊന്നും കേട്ടിട്ടില്ലല്ലോ. എല്ലാ കേസുകളും ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും ഞാൻ പറയാം 95% ഇത്തരം ആക്ഷൻസിൻ്റെ പുറകിൽ ഒരു ട്രിഗർ ഉണ്ട്. ആ ട്രിഗർ ഈസ് നത്തിങ് ബട്ട് ലഹരിയാണ്. ലഹരിക്ക് ഇവർ അടിമപ്പെടുകയും അടിമപ്പെടുന്ന ആദ്യത്തെ ദിവസം ചെയ്യുന്നതല്ല ഇതൊന്നും. ആദ്യം ഒരു MDMA ഒരു കഞ്ചാവോ വലിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തിയല്ല ഇത്. ആദ്യം തുടങ്ങുന്നത് ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു ലഹരിയിൽ നിന്നായിരിക്കാം. അതൊരു സിഗരറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും പാക്കോ ഒക്കെ വെച്ചിട്ട് തുടങ്ങി ആ തുടങ്ങുന്ന സമയം മുതൽ ഈ പറയുന്ന കുട്ടി ഒരുപാട് ബിഹേവിയറൽ ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. വീട്ടിൽ അവൻ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. പക്ഷെ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആകുന്ന ഒരു സ്റ്റേറ്റിൽ എൻ്റെ മകനെയോ മകളെയോ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പാരൻസിന് സാധിക്കണം. സോറി ടു സേ ദിസ്. പാരൻസിന് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ അഗാധമായ മക്കളെ സ്നേഹിക്കുകയാണ്. കാര്യം മെൻ്റലി അങ്ങനൊരു വീക്ക്നെസ്, മെൻ്റൽ ഹെൽത്ത് പുവറാവുമ്പോഴാണ് കുട്ടികൾ അഡിക്ഷൻസിലേക്ക് പോകുന്നത്. സ്പിരിച്വൽ ഹെൽത്ത് കുറയുമ്പോഴാണ് കുട്ടികൾ അഡിക്ഷൻസിലേക്ക് പോകുന്നത്. മെൻ്റലിയും സ്പിരിച്വലിയും ഹെൽത്ത് ഇല്ലാതെ വരുമ്പോൾ കുട്ടികൾ അഡിക്ഷനിൽ പോകും. അതാദ്യം ചെറിയ അഡിക്ഷൻ, പിന്നെ അതിനേക്കാൾ വലിയൊരു അഡിക്ഷൻ, പിന്നെ അതിനേക്കാൾ വലിയൊരു അഡിക്ഷൻ, പിന്നെ അഡിക്ഷൻ്റെ ഓളിയോ ഒക്കെ കൂടി ഒരു ഹെവിലി അഡിക്റ്റഡായി നിൽക്കുന്ന ഒരു സമയത്ത് അവന് പിന്നെ ഇമോഷണൽ ബോണ്ടൊന്നും ഇല്ല. അവൻ്റെ മുന്നിൽ ഉപ്പയും ഉമ്മയൊന്നും ഇല്ല. അവൻ്റെ മുന്നിൽ അവൻ്റെ ലഹരി പറയുന്ന, ലഹരി കൊടുക്കുന്ന മെസ്സേജേ അവൻ്റെ മുന്നിൽ ഉണ്ടാവുള്ളൂ. അവൻ കോൺഷ്യസ് ആയിരിക്കില്ല, അവൻ അൺകോൺഷ്യസ് ആണ്, ബോധമില്ല അവന്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അവന് ഈ ഒരു ആക്ഷൻ ചെയ്യാൻ അവന് വലിയ യുക്തിയോ വലിയ ബുദ്ധിയോ ഒന്നും വേണ്ട. അവൻ്റെ മുന്നിൽ മാംസം മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്ത്രീകളുടെ ഇടയിൽ ഒരു സ്ത്രീ മാത്രം എൻ്റെ ഉമ്മ ആകുന്നത് എപ്പോഴാണ്? എൻ്റെ ഹൃദയത്തിൽ ആ സ്ത്രീയെ കാണുമ്പോൾ ഒരു പിടപ്പുണ്ടാവും. എൻ്റെ മനസ്സിൽ ആ സ്ത്രീയെ കാണുമ്പോൾ ഒരു ചലനമുണ്ടാവും. എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ ഉമ്മയാണെന്നും എൻ്റെ ഉപ്പയാണെന്നും തിരിച്ചറിയണമെങ്കിൽ എൻ്റെ ഹൃദയം പിടയ്ക്കണം, അല്ലെങ്കിൽ അവരൊരു സ്ത്രീയായി മാറും, അല്ലേ? അപ്പോൾ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പായും തിരിച്ചു പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ലഹരിക്ക് നമ്മൾ അടിമപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഉത്തരവാദി നമ്മളെ കുടുംബക്കാർ തന്നെയാണ്, വീട്ടുകാർ തന്നെയാണ്. മെൻ്റൽ ഡിസോർഡർ, മാനസികമായി അവർ വീക്കായാൽ അതൊരു രോഗമാണെന്ന് മനസ്സിലാക്കണം ആദ്യം. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ മുന്നിൽ ഭ്രാന്ത് എന്നൊരു ലേബലാണ് ഇപ്പോഴും ഉള്ളത്, അല്ലേ? ഊളംപാറ എന്താ വരിക മനസ്സിൽ? കുതിരവട്ടം എന്താ വരിക? ഭ്രാന്താണ്. എന്താ ഈ ഭ്രാന്ത്? ആരാ ഈ ഭ്രാന്ത് ഉണ്ടാക്കിയിരിക്കുന്നത്? മാനസികമായ ഒരു മനുഷ്യൻ, ഒരു കുട്ടിക്ക് ഒരു ആരോഗ്യം കുറഞ്ഞു പോയാൽ അതിന് പിറകിൽ ഒരു കാരണമുണ്ടാവും. അതിന് ഞാൻ പറയുന്ന ഒരു കാരണം ആത്മീയമായ ആരോഗ്യം കുറയുന്നതുകൊണ്ടാണ്. ഉള്ളിനകത്ത് നമ്മളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുമായിട്ടൊരു ബന്ധം, ആ ബന്ധം കുറയുമ്പോഴാണ് മാനസികമായിട്ടുള്ള ആരോഗ്യം കുറയുന്നത്. അങ്ങനെ കുറയുമ്പോൾ അഡിക്ഷൻ തുടങ്ങും. ആ അഡിക്ഷൻ ആദ്യം ലെവൽ 1 ആയിരിക്കും, പിന്നീട് ലെവൽ 2, പിന്നീട് ലെവൽ 3, പിന്നീട് ഹയർ ലെവൽസിൽ പോവും. അപ്പോൾ ആദ്യമേ ആത്മീയമായി അവൻ ആരോഗ്യം കുറയുന്നുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കുക, അവൻ കൃത്യമായ അമ്പലത്തിലോ പള്ളിയിലോ ചർച്ചിലോ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആത്മീയമായ ആരോഗ്യം കുറഞ്ഞു. അവൻ മാനസികമായ ആരോഗ്യം കുറയുന്നെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ദേഷ്യം ഉണ്ടാവും, വീട്ടിൽ കറക്റ്റ് സമയത്ത് കയറില്ല, അവൻ ഓവർ തിങ്കറായിരിക്കും, അവന് എപ്പോഴും കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലാക്കി അവൻ്റെ മാനസികാരോഗ്യം കുറഞ്ഞു. ഇനി ഈ മാനസികമായ ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവുമെന്ന് ചോദിച്ചാൽ അങ്ങനെ കുറഞ്ഞ സുഹൃത്തുക്കളെ കിട്ടും. കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് സുഹൃത്തുക്കൾ പറയും, ദാ ഇതൊന്ന് വലിച്ചു നോക്കടാ, ഇതൊന്നും കഴിച്ചു നോക്കടാ എന്ന് പറയും. എനിക്ക് പേഴ്സണലി അറിയാവുന്ന MDMA എന്ന് തിരിച്ചു വന്ന കുട്ടികളുണ്ട്. എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, ഇൻട്രോവേർട്ടാണ് സാർ ഞാൻ, എനിക്ക് ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാനൊന്നും പറ്റില്ല, എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. പക്ഷെ ഞാൻ MDMA യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. എനിക്ക് ആൾക്കാരുടെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റും, എനിക്ക് ചിരിക്കാൻ പറ്റും,
എൻ്റെ ഉള്ളിലുള്ള എൻ്റെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കാര്യം ഞാൻ ജനിച്ചത് ഇൻട്രോവേർട്ടായിപ്പോയില്ലേ. അപ്പം എനിക്ക് എന്നെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ MDMA യൂസ് ചെയ്താൽ പറ്റും എന്ന് അബദ്ധത്തിൽ ചിന്തിച്ചിട്ട് അങ്ങനെ MDMA യൂസ് ചെയ്യുന്ന ആയിരക്കണക്കിന് കുട്ടികളുണ്ടെന്ന് ഈ പയ്യൻ എന്നോട് പറയാം. അപ്പം ആ ചിന്താഗതിയാ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയെന്ന്. അപ്പോൾ കോൺഫിഡൻസ് കിട്ടാൻ MDMA ഉപയോഗിക്കണമെന്ന് കുറേ കുട്ടികൾ തീരുമാനിക്കുക. എന്നിട്ട് അത് കോൺഫിഡൻസിൻ്റെ പേരിൽ തുടങ്ങും, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ പേര്, ആ മൊമെൻ്റ് എൻജോയ് ചെയ്യാൻ കളർഫുൾ ആക്കാൻ വേണ്ടി യാത്ര പോകുമ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കും. അപ്പം നമ്മുടെ മക്കൾ അത്തരം യാത്രയിൽ പോകുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ വലിയ പാടൊന്നുമില്ല. കറക്റ്റ് സമയത്ത് അവൻ വീട്ടിൽ കയറുന്നുണ്ടോ? ഇല്ല. അപ്പം മനസ്സിലാക്കിക്കോ അവൻ്റെ കൂട്ടുകെട്ട് ആര്, അവൻ ആരുമായിട്ടാണ് ഇടപെടുന്നത്. ഇതൊക്കെ വീട്ടുകാർക്ക് പരിശോധിക്കാൻ പറ്റും, അറിയാൻ പറ്റും. അറിഞ്ഞു കഴിഞ്ഞാൽ മാനസികമായി അവൻ വീക്കാണെന്ന് അറിഞ്ഞാൽ അവനെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോകണം. അവനെ ചികിത്സയില്ലേ, അവനെ സൈക്കോളജിസ്റ്റിന്റെ മുന്നിൽ എത്തിക്കണം, തെറാപ്പിസ്റ്റിനെ കാണിക്കണം. അങ്ങനെ ഒരു ഡോക്ടറിന്റെ, അങ്ങനെ ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തിൽ അവനെ കൺസൾട്ട് ചെയ്താൽ അവന് ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റും. ലെവൽ 1 അവൻ ലെവൽ 2 കുറച്ച് പാടായിരിക്കും. അവൻ ലെവൽ 3 അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകൽ. ലെവൽ 4 കഴിഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും. ലെവൽ 5 ആകുമ്പോൾ ഇതേപോലെ അവൻ കത്തിയും കടാരയും എടുത്ത് കുത്താൻ തുടങ്ങും. അപ്പം നമ്മളിത് കേട്ട് വിഷമിച്ചിട്ടിരുന്നിട്ട് എന്ത് റിസൾട്ടാണ് ഉള്ളത്? ഈ ന്യൂസ് കണ്ടിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. നമ്മളിത് തിരിച്ചു പോകണം. നമുക്ക് ഈ അവയർനെസ് കൊണ്ടുവരണം. നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും കുറേ രാസപ്രവർത്തനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ബയോളജിയിൽ നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിനോടൊപ്പം ഇത് സിലബസിൽ കൊണ്ടുവരണം. ഈ പറയുന്ന കെമിക്കൽസ്, ഈ പറയുന്ന ഡ്രഗ്സ്, ഈ പറയുന്ന ഈ സ്മോക്കിംഗ് മുതൽ അങ്ങോട്ടുള്ള എല്ലാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിലുണ്ടാകുന്ന ഇമ്പാക്റ്റ്, മെൻ്റൽ ഹെൽത്തിനുണ്ടാകുന്ന ഇമ്പാക്റ്റ്, നമ്മുടെ ലൈഫിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇൻഫ്ലുവൻസ്, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, പാഠപുസ്തകത്തിൻ്റെ ഭാഗമാക്കണം. അത് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. സെക്സ് എഡ്യൂക്കേഷൻ നമുക്ക് മര്യാദയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള കുട്ടിയെ വികലമായി കാണാനുള്ള കാരണം ആ കുട്ടിയെ ഒരു മെറ്റീരിയലായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ആ കുട്ടി ഒരു മനുഷ്യനായിട്ടും ആ കുട്ടി ഒരു അമ്മയായിട്ടും അല്ലെങ്കിൽ ഒരു സ്ത്രീയായിട്ടും ഒരു പെങ്ങളായിട്ടും ഒക്കെ കാണാൻ പറ്റുന്നത് എപ്പോഴും ചോദിച്ചാൽ ആത്മീയമായ ബോധം ആദ്യം ഉണ്ടാവണം. അതാണ് റൂട്ട്. ആത്മീയ ബോധം നശിക്കുമ്പോഴാണ് പിന്നെ മാനസിക ബോധം കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളുടെ സിസ്റ്റത്തിൽ ചേഞ്ചസ് ഉണ്ടാവണം. ഇന്ന് ഞാൻ കാണുന്ന പല സിനിമകളിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, താഴെ വെറുതെ ഇങ്ങനെ എഴുതി കാണിക്കും, പുകവലി, കള്ളുകുടി, ആരോഗ്യത്തിന്. എടാ, നിനക്കത് ഹാനികരമെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ അത് കാണിക്കുന്നതിനാ? ആ സീൻ മാറ്റിയിട്ട് സിനിമ പോവില്ലേ? ആ സീൻ മാറ്റിയാൽ കഥ സ്റ്റക്കായി മരിച്ചു പോവോ? നോർമലൈസ് ചെയ്യല്ലേ ഇർഷാദ് സാഹിബെ? നമ്മൾ ആരാധിക്കുന്ന ഹീറോ മറ്റേ പൊടി ഇട്ടിട്ട് വലിക്കുക. നമ്മൾ ആരാധിക്കുന്ന ഹീറോയുടെ കയ്യിൽ മറ്റേ സാധനമുണ്ട്, കള്ള് കുടിച്ചുകൊണ്ടിരിക്കുക. എവിടെയാണ് കുടിക്കുന്നത്? ഫാമിലിക്കകത്ത്. സിനിമയിൽ കാണിക്കുന്നതാണ്. ഒരു ഫാമിലി ഇരിക്കുമ്പോൾ അവിടെ ഒരു കള്ള് കുപ്പി കൊണ്ടുവച്ചാൽ അതിൻ്റെ അർത്ഥം ഇത് ഓക്കെയാ, നോർമലൈസ് ചെയ്യിക്കുക. പണ്ടേതോ ഒരു സിനിമയിൽ പറയുന്ന ഒരു സീനുണ്ട്, അയ്യോ പാവം ബ്രാൻഡിയെ സംശയിച്ചു എന്ന്. നോർമലൈസ് അത് എന്നിട്ട് വലിയ ഹിറ്റുമായി. അപ്പോൾ ബ്രാൻഡിയെ സംശയിക്കണ്ട, ബ്രാൻഡി പാവാണ്. ഇതൊക്കെ ഒരു മെസ്സേജാണ്. ഇത് ഈ മാധ്യമങ്ങൾക്ക് മനുഷ്യ ശരീരത്തിൽ, മനുഷ്യ മനസ്സുകളിൽ, മനുഷ്യൻ്റെ ആത്മാവിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും. ആ മാധ്യമങ്ങൾ അവർ ശ്രദ്ധിക്കണം. അപ്പോൾ ആ സിനിമ എന്ന മാധ്യമം, ഞാൻ ആ മാധ്യമത്തിനോടുള്ള എല്ലാ റെസ്പെക്റ്റോടു കൂടിയും പറയാം, ഇനിയെങ്കിലും ഈ കൊലപാതകൾ നിർത്തണമെങ്കിൽ, മക്കളുടെ കയ്യിലിരിക്കുന്ന കടാര അമ്മയുടെ നെഞ്ചത്ത് കയറാതിരിക്കണമെങ്കിൽ നമ്മളെ കേൾക്കുന്ന സിനിമാ സംവിധായകരും കൂടെ ഒരു തീരുമാനം എടുക്കണം. സിനിമയ്ക്കകത്ത് പുകവലി എന്നൊരു സീൻ അവോയ്ഡ് ചെയ്യണം. സിനിമയ്ക്കകത്ത് കള്ളുകൂടി എന്നൊരു സീൻ അവോയ്ഡ് ചെയ്യണം. MDMA മുതൽ അങ്ങോട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്തിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടില്ലേ? ബോക്സ് ഓഫീസിൽ ഹിറ്റായ എത്രയോ പടങ്ങളുണ്ട്. അപ്പോൾ അത് കാണിക്കാതെയും ആ നറേറ്റീവിനെ കൊണ്ടുപോകാൻ സാധിക്കുന്ന കലാകാരന്മാരുള്ള രാജ്യത്ത്, ഉള്ള ദേശത്ത്, ഉള്ള സമൂഹത്ത് നമുക്കിത് പറയണ്ടേ? ആരെങ്കിലും പറയണ്ടേ? അപ്പോൾ സിനിമയ്ക്കെതിരല്ല, അതിൻ്റെ ആ ആശയമുണ്ടല്ലോ, ആ സിനിമയിലൂടെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം, നമ്മൾ അറിയാതെ കൊണ്ടുവരുന്ന ഒരു ആശയം. ആ ആശയത്തിനകത്തൊരു അപകടം ഉണ്ടെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. നമ്മൾ പോസിറ്റീവായിട്ട് മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ കടാര പൊങ്ങുക തന്നെ ചെയ്യും, ഉമ്മമാർ മരിച്ചു വീഴും, അമ്മമാരും അച്ഛന്മാരും പെടഞ്ഞു വീഴുന്നത് ഇനിയും കാണേണ്ടി വരും.